വളരെ സ്നേഹത്തോടെ ഒരു ശുഭദിനം നേരുന്നു സുഹൃത്തുക്കളെ. സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പൊന്നോണം നമുക്ക് വരവായില്ലേ. എന്നിട്ടും കണ്ടോ, മഴ ഇങ്ങനെ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്ത് മഴയല്ലേ. ഇന്നലെ മക്കളിട്ട് അത്തപ്പൂക്കളാണേ മഴയത്ത് മുഴുവൻ പോയിരിക്കുന്നു. രാവിലെ തന്നെ ഞാൻ അടുക്കള ജോലിക്കും കയറി. ഇന്ന് ഇടിയപ്പമാണ് കേട്ടോ. ഇടിയപ്പവും ഉള്ളി വയറ്റുക എന്ന് പറയും. സബോള ചുമ്മാ മുളക് പൊടി ഇട്ട് വയറ്റി. ഇവർക്ക് ഇഷ്ടമാണ്. മുട്ട ഉണ്ടെങ്കിൽ മുട്ടയും കൂടി ഇട്ട് കൊടുത്താൽ കഴിക്കും. പക്ഷെ ഇന്ന് മുട്ടയില്ല കേട്ടോ. മുട്ടയില്ലാതെ ചുമ്മാ ഉള്ളി വയറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് ഇഷ്ടമാണേ. രാവിലെ തന്നെ നല്ലോണം മാവ് അയച്ച് ഇടിയപ്പപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ പൊടിപ്പിച്ച പൊടിയല്ലേ. അങ്ങനെ ഒരാൾക്ക് മോങ്കുടിനുള്ള ഇടിയപ്പം കേട്ടോ. ബാക്കി എല്ലാവരും വാലേ വരുത്തേ ഉള്ളൂ പിന്നെ കഴിക്കാനായിട്ട്. നമ്മുടെ മീൻകാരൻ ചേട്ടൻ ഇന്ന് സ്പെഷ്യലായിട്ട് കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നേ. കൂന്തൽ, കണവ, പിന്നെ കോക്കോല മത്തിയുണ്ട്, കടവരാലുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ആ കണവ അങ്ങ് വൃത്തിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും ഒരു സ്വല്പം വെള്ളം. ഈ കണവ, ചെമ്മീൻ, ഞണ്ട് ഇതൊക്കെ വെന്ത് വരുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ ഒത്തിരി വെള്ളം വെക്കണ്ട. കുറച്ച് വെള്ളം വെച്ച് ഞാൻ വേവിക്കാൻ വെച്ചിട്ട് ഉള്ളിയും സബോള ഇഞ്ചി എല്ലാം എടുത്ത് മോടകയിലോട്ട് കൊടുത്തു പൊളിക്കാനായിട്ട്. അവൾ ടി വിയും കണ്ട് പൊളിച്ചോളും. ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇച്ചിരി മോര് കറിക്കുള്ളത് അരയ്ക്കാൻ വെച്ചേ. തേങ്ങയ്ക്കകത്തോട്ട് ജീരകവും വെളുത്തുള്ളിയും ഒരു പച്ചമുളക്, ചെറിയ പച്ചമുളകാണ്, അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം വെണ്ണ പോലെ അരച്ചെടുക്കണം. ചിലരാണെങ്കിൽ മോരൊഴിച്ച് അരച്ചെടുക്കും. ഞാൻ പക്ഷേ മോരൊഴിച്ച് അരയ്ക്കത്തില്ല കേട്ടോ. വെള്ളം ചേർത്ത് നല്ലോണം അങ്ങ് അരച്ചെടുക്കും. കുറച്ച് വെള്ളം ചേർത്താൽ മതിയേ. നല്ല വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കാം. അത് അരച്ച് വെച്ചിട്ട് ഞാൻ അപ്പോൾ ഉള്ളിയെല്ലാം പൊളിച്ചെല്ലാം വൃത്തിയായിക്കൊണ്ട് തന്നു. അതരിഞ്ഞങ്ങോട്ട് വറയിലോട്ടിട്ടു. കൊച്ചുള്ളിയാണേ കൂടുതലും. കൊച്ചുള്ളി സബോളയും കൂടെ നല്ലോണം വയന്ന് വന്നിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിടാം. ഒരു പച്ചമുളകും കൂടി ഇടണം കേട്ടോ. ഞാൻ പിന്നീടാണ് ഇടുന്നത്. നല്ലോണം ഇച്ചിരി പാടാണ്, ഇച്ചിരി താമസം എടുക്കും നല്ലോണം മൂത്ത് വരണമെങ്കിൽ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് സബോള വയന്ന് വരുമെന്ന് പറയുന്നത് കേൾക്കാം കേട്ടോ. ശരിയാണ്. കണ്ടോ, നമ്മുടെ കണവ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആ മീനങ്ങ് വെട്ടിയെടുത്തു. അരപ്പ് പുരട്ടാനുള്ളത് ആദ്യം ഞാനങ്ങ് ചേർത്തെടുക്കുവാണേ. കടവരാൽ കുറച്ച് ഉടഞ്ഞ മീനാണ്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് മുളക് പൊടി ഇട്ട് പുരട്ടുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഉടഞ്ഞു പോകും. അപ്പം ഞാൻ ഓർത്ത് മുളകും കുരുമുളക് പൊടിയും എല്ലാം കൂടെ നല്ലോണം പുരട്ടി വെച്ച് കഴിഞ്ഞിട്ട് മീൻ ഓരോന്നോരോന്നായിട്ട് എടുക്കാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച് അല്പം വേപ്പിലയും കൂടെ സബോളയ്ക്കകത്തോട്ട് ഇട്ടേ. തീ കുറച്ചിട്ട് പതുക്കെ മൂടി വെച്ച് വേവിച്ചെടുക്കണം. വേവിച്ചല്ല, നല്ലോണം വഴറ്റിയെടുക്കണം. ഇച്ചിരി പാടാണ് വയന്ന് വരാനായിട്ട്. എങ്കിലും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഓരോ ജോലികൾ തീർക്കുന്നുണ്ടേ. എനിക്ക് ഞായറാഴ്ച അസൈൻമെൻറ്റ് വെക്കണം, കുറച്ച് എഴുതാനുണ്ട്, എൻ്റെ ജോലി തിരക്കുണ്ട്. കണ്ടോ, നല്ലോണം വയന്ന് വന്നപ്പോൾ ഒരു തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയിട്ട് അതിൻ്റെ അകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും സ്വല്പം കുരുമുളക് പൊടിയും പെരുംജീരകപ്പൊടിയും ഗരം മസാലയും എല്ലാം കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. നല്ലോണം മസാലയുടെ മണം എല്ലാം പോകുന്നത് വരെ നല്ലോണം മൂപ്പിച്ചെടുക്കണേ. ഇത് നല്ലോണം മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണവയും കൂടിയിട്ട് നല്ലോണം അങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം മൂത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഞാൻ വേവിച്ച് വെച്ച കണവ കണ്ടോ. നമ്മൾ ഒഴിച്ചപ്പോൾ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു കണവയ്ക്കകത്ത്. ഇപ്പോൾ കണ്ടോ വെള്ളം ഇറങ്ങിയത്. ഇനി ആ വെള്ളത്തിൽ ഈ ഉള്ളിയും കണവയും എല്ലാം കൂടെ നല്ലോണം വെന്ത് വരുമ്പോഴത്തേക്കും മസാലയെല്ലാം പിടിച്ച്. ഇപ്പോൾ ഇനി ഉപ്പിടണ്ട കേട്ടോ. നമ്മൾ കണവ വേവിക്കാൻ വെച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്, സബോള വയറ്റാൻ വെച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഉപ്പിടുമ്പോഴത്തേക്കും ഭയങ്കര ഉപ്പാക്കി. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ പിന്നെ മീൻ ഓരോന്നായിട്ട് ഇട്ടങ്ങ് പുരട്ടി മാറ്റി ഫ്രിഡ്ജിലോട്ട് വെക്കുവാണേ. ഉച്ചയ്ക്ക് ഇന്ന് മീൻ വറക്കുന്നില്ല. ഇവർക്ക് ഇഷ്ടമല്ലാത്ത മീനായത്. മക്കൾക്ക് ഇത് വറക്കുന്നതിനോട് വല്ല കുഞ്ഞു മീനൊക്കെ വറുത്താൽ ഭയങ്കര ഇഷ്ടമാണേ. കൊഴുവ, കരിനന്ദൻ അതൊക്കെ ഇല്ലേ, ഇതിഷ്ടമല്ല. പിന്നെ ഞാനങ്ങ് പുളിശ്ശേരി വെക്കുവാണേ. ഏത്തക്ക ഇട്ടാണേ പുളിശ്ശേരി വെക്കുന്നത്. ഇവിടെ ഏത്തക്ക, വെള്ളരിക്ക, കുമ്പളങ്ങ, പൈനാപ്പിള് ഇതൊക്കെ ഇട്ട് വെക്കും. ഇതില്ലാതെ ചുമ്മാ മുരിങ്ങയില പൊട്ടിച്ചും മോരാണം വെക്കും. ഇവിടെ ആണോ എന്ന് പറയും കേട്ടോ, മോരാണോ എന്ന് പറയുവേ. അപ്പോൾ എന്താണ്, ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ഉലുവയും കടുകും താളിച്ച് വരുമ്പോഴത്തേക്കും ഉണക്കമുളകും വേപ്പിലയിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഏത്തക്ക ഇടാം. നമുക്ക് വേണേൽ മോരും തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് വന്നു കഴിയുമ്പം ഇത് വറുത്ത് പുറത്തോട്ടിട്ട് വേണമെങ്കിലും എടുക്കാം. ഞാൻ എളുപ്പവഴി നോക്കുന്ന കേട്ടോ. ഇങ്ങനെ നല്ലോണം അങ്ങ് മൂപ്പിച്ചെടുക്കണേ. ഏത്തക്ക എങ്കിൽ ഒത്തിരി വെന്തും പോകരുത്, ഒത്തിരി മൂത്തും പോകരുത്. എങ്കിൽ ഏത്തക്കയുടെ ഒരു ടേസ്റ്റ് കിട്ടണം. അതാണ് പുളിശ്ശേരി ടേസ്റ്റ്. പുളിശ്ശേരി ഇത് ഇന്ന് എടുക്കുന്നതിനെക്കാട്ടി രുചിയായിരിക്കും നാളെ കൂട്ടുമ്പോഴത്തേക്കും. ഇത് 2 ദിവസത്തേക്ക് കാണും ഞങ്ങൾക്ക് പുളിശ്ശേരി. നല്ലോണം കണ്ടോ മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ അരപ്പൊഴിച്ചു. മോരിപ്പോൾ ഒഴിക്കത്തില്ല കേട്ടോ. അരപ്പ് കുറച്ച് ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച്
അരപ്പ് നല്ലോണം അങ്ങ് തിളപ്പിച്ചെടുക്കുവേ. മോര് നേരത്തെ ഒഴിച്ച് അരയ്ക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ തിളപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല. മോര് നമ്മളധികം തിളപ്പിക്കത്തില്ലല്ലോ. എന്നിട്ട് ആ ജാറിൽ തന്നെ മോരൊഴിച്ച് നല്ലോണം മിക്സിക്കകത്തിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തേ. ഇനി അരപ്പ് നല്ലോണം തിളച്ച് വന്നു കഴിയുമ്പോൾ ഈ അരച്ച് വെച്ച മോരും കൂടെ ചേർത്ത് ഉപ്പും നോക്കിയിട്ട് നമുക്ക് ഇറക്കി എടുത്താൽ മതി. പുളിശ്ശേരി വേഗം റെഡിയാവേ. നല്ല ടേസ്റ്റാണ് ഏത്തക്ക ഇട്ട് പുളിശ്ശേരി വെച്ച് കഴിഞ്ഞാൽ. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച്, ഒത്തിരി വെള്ളം ആവരുത് പുളിശ്ശേരി, എങ്കിൽ ഒത്തിരി കുറുകിയിരിക്കല്ലേ. കാന്താരിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്, പക്ഷെ ഇന്നിവിടെ കാന്താരി ഇല്ല. അതുകൊണ്ട് 2 പച്ചമുളകും കൂടെ കുത്തിയിടണം. എല്ലാം ചേർത്ത് ഇറക്കി കഴിയുമ്പോഴത്തേക്കും പച്ചമുളക് കുത്തിയിടുക എന്ന് പറയും. നമ്മൾ കീറി പൊളന്നങ്ങ് ഇടത്തില്ല, ഇട മാത്രം പച്ചമുളകിൻ്റെ കുത്തി കീറിയിട്ട് 5-6 എണ്ണം കൂടുതലിട്ടാലും രുചിയാണ്. ഒത്തിരി എരിവാവരുതെന്നേ ഉള്ളൂ. കണ്ടോ, ഇതുപോലെ കുത്തി 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 ഇടുവാണെങ്കിൽ നല്ല രുചിയാണ് പുളിശ്ശേരി. നാളെയൊക്കെ ആകുമ്പോൾ നല്ല സെറ്റായിരിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരാഗ്രഹം, ഇച്ചിരി ഉണക്കമുളക് ചമ്മന്തി കൂട്ടിയാലോ എന്ന്. നിങ്ങളുടെയൊക്കെ നാട്ടിലും ഇങ്ങനെ ഉണക്കമുളക് ചമ്മന്തി ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ചട്ടി വെച്ച് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു 4 ഉണക്കമുളക് ഞാൻ കീറി ഇടാൻ മറന്നുപോയി, ചില പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് കുറച്ച് ദൂരെ മാറിയെന്നാണ് ഞാൻ ഈ വാർത്തെടുക്കുന്നത്. നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അത് കോരി വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു 10 കൊച്ചുള്ളി ഉണ്ടേ, കൊച്ചുള്ളിയും കൂടെ നല്ലോണം അങ്ങ് വാട്ടിയെടുക്കണം. ഇത് ഞാൻ പിന്നെ ചെറിയ ജാറിലോട്ടിട്ട് കൊച്ചുള്ളിയും ഉണക്കമുളകും അല്പം ഉപ്പും ഇച്ചിരി പിഴുപുളി ഇടണം കേട്ടോ. ഇവിടെ നാടൻ പിഴുപുളിയാണേ, കുരുണ്ട്. ഞാൻ ആ കുരു മാറ്റിയിട്ട് പുളിയും കൂടി ഇട്ട് നല്ലോണം നമുക്കത് അരച്ചെടുക്കാം. കണ്ടോ, അപ്പോൾ ഇങ്ങനെ കിട്ടും. നമ്മൾ നേരത്തെ മുളക് വറുത്ത് കോരി എണ്ണയില്ലേ, ആ എണ്ണ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് നല്ലോണം ചേർത്തെടുത്താൽ ഒത്തിരി എരിവൊന്നുമില്ലേ. കാശ്മീരി മുളകായതുകൊണ്ട് വലിയ എരിവൊന്നുമില്ല. മോരിനോടൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ മിക്ക കല്യാണ സദ്യയിലും ഇങ്ങനെ ഉണ്ട് കേട്ടോ. മിക്ക കല്യാണത്തിന് പോയാലും സദ്യയുടെ സ്പെഷ്യൽ ഇങ്ങനൊരു ഐറ്റം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊണ് കണ്ടല്ലോ. ചോറ്, കണവ റോസ്റ്റ്, മോര്, പിന്നെ നമ്മുടെ സ്പെഷ്യൽ മുളക് ചമ്മന്തിയും. ഇത്രയും മണം അടിച്ചപ്പോഴേ എല്ലാവരും ചോറ് ചോദിച്ചു. എല്ലാവരും അവർ 2 പേരും. അവർക്ക് ഞാൻ മോരും മുളകും കണവ റോസ്റ്റും ഒക്കെ ഇട്ട് ചോറ് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.